മറ്റാരുണ്ട് LDF അല്ലാതെ? CCTV എവിഡൻസ് ഒന്നും തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഫോൺ നമ്മൾ സീസ് ചെയ്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ ഉള്ളിൽ CCTV ഇല്ല. ബാക്കി നമ്മൾ നോക്കണം. മറ്റാൾക്കാരോട് ഇവർ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇവരുടെ കൺവീനിയൻസ് ആണല്ലോ, ഇവരുടെ കംഫർട്ട് അനുസരിച്ചല്ലേ കംപ്ലയിൻറ്റ് ഫ്രണ്ടിലോട്ട് വരണമെങ്കിൽ അവർ തന്നെ വരണമല്ലോ. ഇല്ല, നമ്മൾ അങ്ങനെ കണ്ടെത്തിയിട്ടില്ല. ഇല്ല, നമ്മളത് വെരിഫൈ ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഈ വണ്ടിയിൽ ബോബി കുര്യനും ശാലിനിയും ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അവരന്ന് പ്രാഥമിക ചോദ്യം വിട്ടയച്ചിരുന്നു. പക്ഷെ അവരെ വീണ്ടും നമ്മൾ വിളിപ്പിക്കും, അവരെ വിളിപ്പിക്കും. അവരെ ഇപ്പം നമ്മൾ ബാക്കി കുറച്ച് പേരെ വിളിപ്പിക്കാനുണ്ട്. അപ്പം അതിനുശേഷം നമ്മൾ അവരെ വിളിപ്പിക്കും. അവർ വിളിപ്പിച്ചാൽ വരും. ഏകദേശം എടുത്തുകൊണ്ടിരിക്കുകയാണ്. സെറ്റിൽ ഒരുപാട് പേരുണ്ടല്ലോ, അപ്പം എല്ലാവരുടെയും ആയിട്ടില്ല, നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെ. കുറച്ച് പേരുണ്ട് അങ്ങനെ പറയുന്നത്, പക്ഷെ ബാക്കി നമ്മൾ നോക്കണം. എല്ലാവരുടെയും ആയിട്ടില്ല. ഡിജിറ്റൽ തെളിവുകളുടെ CCTV എവിഡൻസ് ഒന്നും തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഫോൺ നമ്മൾ സീസ് ചെയ്തിട്ടുണ്ട്, ഫോൺ എടുത്തിട്ടുണ്ട്. അത് ചെയ്തിട്ടില്ല നമ്മൾ. ഹേമ കമ്മിറ്റിക്ക് ശേഷം ഈ സെറ്റിൽ എങ്ങനെയായിരിക്കണം എന്നൊരു ഗൈഡ് ലൈൻ ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു അന്ന് അവിടെ സെറ്റിലൊക്കെ ഈ വാഹനത്തിൽ CCTV അടക്കമുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ആ സെറ്റ് അങ്ങനത്തെ ഒരു അന്തരീക്ഷമായിരുന്നോ? വാഹനത്തിൻ്റെ ഉള്ളിൽ CCTV ഇല്ല. ബാക്കി നമ്മൾ നോക്കണം, ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഈ പരാതി പെൺകുട്ടി ICC കൊടുക്കുകയോ അല്ലെങ്കിൽ അവിടെ സെറ്റിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്ന ആർക്കെങ്കിലും അറിയുകയോ അവരത് മൂടി വെക്കാനുള്ള ശ്രമമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? പ്രാഥമികമായി അന്വേഷിക്കുമ്പോൾ മറ്റാർക്കെങ്കിലും അറിയാമായിരുന്നു? മറ്റാൾക്കാരോട് ഇവർ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇവരുടെ കൺവീനിയൻസ് ആണല്ലോ, ഇവരുടെ കംഫർട്ട് അനുസരിച്ചല്ലേ കംപ്ലയിൻറ്റ് ഫ്രണ്ടിലോട്ട് വരണമെങ്കിൽ അവർ തന്നെ വരണമല്ലോ. അപ്പോൾ അതിനെടുക്കുന്ന ഒരു സമയം മാത്രമാണ്. സ്വാധീനിക്കാൻ ശ്രമിച്ചു അങ്ങനെ എന്തെങ്കിലും മൊഴിയുണ്ടോ പരാതിക്കാരിയുടെ? ഇല്ല, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ സെറ്റില് ഈ പരാതി മറച്ചു വയ്ക്കാനുള്ള ശ്രമം നടന്നു ആക്ഷേപം വരുന്നുണ്ടല്ലോ, അപ്പോൾ അതിൽ നമ്മൾ എന്തെങ്കിലും അങ്ങനെ കൂടുതൽ അന്വേഷണം ഉണ്ടാവുമോ ഇങ്ങനെ മറച്ചു വെച്ചുള്ള രീതിയിൽ? ഇപ്പോൾ കംപ്ലൈനൻറ്റ് ഞാനാണെങ്കിൽ എൻ്റെ അല്ലേ ഡിസ്ക്രിപ്ഷൻ എപ്പോൾ പോകണം, ആരുടെ മുമ്പിൽ പോകണം എന്നുള്ളത്. അപ്പോൾ അതാണ് അവർ ചെയ്തിട്ടുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അല്ല, ഈ താമസം ഉണ്ടാകാൻ അതൊരു കാരണമായിട്ടുണ്ടോ? ഇല്ല, അവരുടെ കംഫർട്ട് അനുസരിച്ചാണ് അവരിപ്പോൾ വന്നതെന്ന് അവർ പറയുന്നുണ്ട്. ഏകദേശം എല്ലാം കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇലക്ഷൻ്റെ ഒരു തിരക്കായത് കാരണം ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ പിന്നെ സമീപിക്കും. ഫോണിൽ നിന്ന് അവർ വിളിച്ചിട്ടുണ്ടെന്നുള്ളത് മാത്രം കിട്ടുന്നുണ്ട്. ഇപ്പം അക്യൂസ്ഡ് ആണെങ്കിലും സെറ്റിൽ നിന്ന് ഇവർ പോയതിന് ശേഷം വിളിച്ചിട്ടുണ്ട്, തിരിച്ചു വരാൻ പറയാനായിരിക്കും വിളിച്ചിട്ടുണ്ട്. അതെ, അതിപ്പോൾ സെറ്റിൽ നിന്ന് ഒരു വർക്കർ പോകുമ്പം ഓണർ കോൺടാക്ട് ചെയ്യുന്നത് പോലെ അങ്ങനെ ഒരു രീതിയിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അല്ല, അത് കോൾ മാത്രമാണ്. ഇത് പറയുന്നത് ഒരേ സീൻ മാത്രം ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സീനിൻ്റെ ഷൂട്ടിങ്ങിന് എന്തോ തടസ്സം ഉണ്ടായിരുന്നു, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ആ സീൻ ഓപ്ഷണൽ ആയിരുന്നു. ഇൻസിഡന്റിന് ശേഷമല്ല, അന്നാണ് അപ്പോൾ അവർ പോയി എന്നറിഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവർ അറ്റൻഡ് ചെയ്തതായിട്ട് കാണുന്നില്ല. ഭീഷണി ഉണ്ടായതായിട്ട് പറഞ്ഞിട്ടില്ല.